Shibna, welcome to Line Cut Agni Pariksha. Thank you so much, ma'am. What makes you a commoner? What makes you want? You a commoner? I feel that I belong to a very lower middle class family. And Lower middle class family ആണ് commoner not really, but like സമൂഹത്തിൽ വളരെ ഇഴകിച്ചേർന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് എൻ്റെത്. വളരെ ഒരു കർഷക കുടുംബം. ഞാനൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. My question is simple. അതെന്ത് വേണേ പറഞ്ഞു. What makes you a commoner? Because I'm not a celebrity. I don't have a celebrity status. Somebody that, what would So I you say? mean to say societyയിലെ commoner or celebrity? Yes. അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ലൈക്ക് ഇപ്പൊ എന്നെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കുറേ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. ബട്ട് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേങ്കിൽ ഇപ്പം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം ആണെങ്കിലും ആൾക്കാരിൽ കൂടുതൽ ഇഴകി ചേർന്നിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയും. സോ ഐ ഫീൽ ഇഴുകി ചേരാൻ മത്ലബ് മീൻസ് എന്താ ഞാൻ പറയാ, ഞാൻ സാധാ ഒരു സ്കൂളിലാണ് പഠിച്ചത്, സാധാ ഒരു നാട്ടുമ്പുറത്തുകാരി എന്നുള്ള രീതിയിലാണ് ഞാൻ വളർന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു നടപ്പും അല്ലെങ്കിൽ വേഷം അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ മോൾഡ് ചെയ്താണെന്ന് ഞാൻ പറയും. സോ എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ വരുന്നത് കണ്ണൂർ എന്നുള്ളൊരു സ്ഥലത്താണ്. ആൾക്കാർക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും, എസ്പെഷ്യലി ഗേൾസ് ഹു വാണ്ട്സ് ടു മൂവ് ഔട്ട് ഓഫ് കേരള ആൻഡ് ഹു വാണ്ട്സ് ടു സെറ്റിൽ ഇൻ സംവെയർ ആൻഡ് വാണ്ട്സ് ടു ചേസ് ദെയർ പാഷൻ. which means കണ്ണൂർ ഭാഗത്തു നിന്നുള്ള എല്ലാവർക്കും they want to settle outside. തീർച്ചയായിട്ടും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബീങ് You mean to say കണ്ണൂരാണോ അതോ മൊത്തം കേരളത്തിൽ ഒരു ഗ്രാമപ്രദേശം നമുക്കൊരു ആസ് എ ഗേൾ മെൻ സ്റ്റിൽ ഐ വുഡ് സേ ദേ ആർ സ്റ്റിൽ പ്രിവിലേജ്ഡ്. ഒരു രാത്രിക്ക് നമുക്കൊരു ഔട്ടിങ്ങിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ആസ് എ ഗേൾ ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാനിപ്പോൾ മുംബൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന ഒരു ടൈം എനിക്ക് ഇഷ്ടമുള്ള ടൈം എനിക്ക് പോകാം വരാം. എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള പാഷൻ ചേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്കുണ്ട്. സിമ്പിൾ. അതെ. എന്റെ ചോദ്യം ഇവിടെ എത്തിയില്ല. വാട്ട് മേക്സ് യു എ കോമണർ എന്ന് ഞാൻ ചോദിച്ചു. അത് നമ്മൾ എവിടെ എത്തിയില്ല. ലൈക്ക് ഓക്കെ ഫൈൻ. സോ വൈ അഗ്നിപരീക്ഷ? അഗ്നിപരീക്ഷ ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു റെപ്രസെൻറ്റേഷൻ ആണ് കൊടുക്കുന്നത്. സോ റെപ്രസെൻറ്റേഷൻ ഓഫ് മൈസെൽഫ്, Shibna as a person, because I feel that Shibna is somebody who need to be heard by a lot of people, a lot of. Sorry to cut you off. Yes. ഇതിനകത്ത് പറഞ്ഞു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ റെപ്രസെന്റേഷൻ ആണ്. അതെ. സോ യു മീൻ ടു സേ റെപ്രസെന്റേഷൻ ഓഫ് എ സൊസൈറ്റി. ബിഗ് ബോസ് ഇസ് നോട്ട് യുവർ റെപ്രസെന്റേറ്റീവ്. യു ആർ ഗെറ്റിംഗ് ഇൻ ദേർ ടു റെപ്രസെന്റ്. അങ്ങനെയല്ലേ എന്റെ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വേദിയാണ് ഞാൻ ചോദിച്ചത്. വൈ അഗ്നിപരീക്ഷ? അഗ്നിപരീക്ഷ ഇസ് ലൈക്ക് എ ചലഞ്ച്, റൈറ്റ്? എനിക്ക് എന്നെ തന്നെ ചലഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ ടാസ്ക് ആണെങ്കിലും ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു 10 ദിവസം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും എന്നെപ്പറ്റി തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. ഓരോ ടാസ്കിലാണെങ്കിലും ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും എനിക്ക് എത്രത്തോളം സ്റ്റാമിന ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എനിക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള കുറേ അറിവുകൾ ഓരോ ദിവസം കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഓരോ ടാസ്ക് ഒന്നും എനിക്ക് പഠിച്ചു വരാൻ പറ്റുന്നുണ്ട്. ഷിബിന ബിഗ് ബോസ് ഹൗസിൽ കാണുന്നുണ്ടോ? തീർച്ചയായും. ഓക്കെ, അത് ഇനി ബിഗ് ബോസ് ഹൗസിൽ പോയി. Okay, you are inside the Big Boss house now. എത്ര ദിവസം നിൽക്കും? 100. Okay, is that a realistic answer? Yes, because I'm a manifester. Okay, so Yes. manifest ചെയ്തു 100 days. Fine. Again, 100 days നിൽക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം? What will be your strategy? Like, tell me 3 good things which is different from all others. നമ്മൾ ഇതുവരെ കാണാത്ത 3 കാര്യങ്ങൾ പറയൂ. അവിടെ ഞാൻ I'll be different. ഇപ്പം കുറേ നേരം പറഞ്ഞല്ലോ ഞാൻ ലോകം അറിയേണ്ട ഒരാളാണെന്ന് പല തരത്തിൽ പറഞ്ഞു. സോ വൈ 3 സാധനം? ഇപ്പൊ അഗ്നിപരീക്ഷയിൽ തന്നെ എനിക്കൊരു നമ്മൾ ബിഗ് ബോസ് ഹൗസിനെ പറ്റി സംസാരിക്കും. അതെ, അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അഗ്നിപരീക്ഷയിൽ തന്നെ ആൾക്കാർ എനിക്ക് ഇട്ടിട്ടുള്ള ഒരു പട്ടം എന്ന് പറയുന്നത് മിസ്കൺവിൻസിംഗ് എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി അതായിരിക്കും. Yes, I would be convincing. Then I would be manipulating in a good way. So you'll be a manipulator. Then yes. 2, 3. Then I would be like a very strong speaker. ഞാൻ പറയാനുള്ളത് ഞാൻ അതേപോലെ പറയും, അപ്പുറം ഇപ്പുറം പറയില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിർത്തുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിന്ന് കഴിഞ്ഞാൽ will be the winner. യെസ്. എങ്ങനത്തെ ഒരു വിന്നറായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7 വിന്നേഴ്സ് ഉണ്ടായി അല്ലേ? 8ാമത്തെ വിന്നർ എന്ന് പറയുമ്പോൾ അത് ഏത് എങ്ങനെയായിരിക്കും? ടെൽ മി എ ടാഗ് ലൈൻ ഫോർ യു. Somebody who's been really strong, I would say. We had it before.
ഫസ്റ്റ് കോമണർ വിന്നർ. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് വൺ. Yeah. അപ്പം 100 ദിവസം കഴിഞ്ഞ് ഷിബിന വീണ്ടും ഇവിടെ വരുമ്പം ഒരു ഫസ്റ്റ് കോമണർ വിന്നറായിട്ട് കാണാൻ സാധിക്കട്ടെ. കാരണം നമുക്ക് റണ്ണറപ്പ് വരെ എത്തി, ഇനിയിപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പും കൂടെ ഉള്ളൂ. തീർച്ചയായും. കാണാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.